ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 70 കണ്ടതിന് ശേഷം ഷാനവാസ് എന്ന കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് തോന്നിയിട്ടുള്ളൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ ആണിത്. ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഷാനവാസ് എന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കണ്ടസ്റ്റൻറ്റ് എത്രത്തോളം ബിഗ് ബോസിന് ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു നിഷ്കളങ്കനായ ഒരു പാഴ്മരമായിട്ടാണ് എനിക്ക് ഷാനവാസിനെ തോന്നിയിട്ടുള്ളത്. ശരിക്കും ഷാനവാസ് എന്നൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നോർമൽ ഒരു ഹൗസിൽ ഒരുപാട് ആൾക്കാർ വന്നു പോവും, എലിമിനേറ്റ് ആവും. കുറച്ച് നാൾ അവരിൽ നിന്നൊരു യൂസ് ഇല്ലാന്ന് കാണുമ്പം ആൾക്കാർ തന്നെ എലിമിനേറ്റ് ആവും. പക്ഷേ 70 എപ്പിസോഡ് വരെ നിൽക്കുന്നു. ഇനിയും നിൽക്കാൻ സാധ്യത, അല്ലെങ്കിൽ 100 ഡേയ്സും അല്ലെങ്കിൽ ടോപ്പ് 5ലും സാധ്യത വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് വിധി എഴുതിയിരിക്കുന്ന ഒരാൾ, ആ ആൾ ശരിക്കും ഇവിടെ ഡിസേർവിങ് ആണോ? എന്താ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? കാരണം ഷാനവാസ് എന്ന വ്യക്തിയുടെ ഗെയിമിനെ കുറിച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ബിഗ് ബോസ് ഗെയിം കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഓക്കെ. ഫസ്റ്റ് ബിഗ് ബോസ് നടന്ന സമയത്തും പല കണ്ടസ്റ്റൻറ്റും ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാതെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നവരാണ്. കയറി വന്ന സാബുമാൻ ഉൾപ്പെടെ, രഞ്ജിനി ഹരിദാസ് ആയിക്കോട്ടെ, അവിടെ കയറി വന്ന പലരും ബിഗ് ബോസിനെ കുറിച്ച് ഐഡിയ ഇല്ലാതെ വന്നവരാണ്. അവർക്കും കൊടുത്തിട്ടുണ്ട് ടാസ്കുകൾ, അവർക്കും കൊടുത്തിട്ടുണ്ട് സീക്രട്ട് ടാസ്കുകളും ഗെയിമുകളും എല്ലാം. ഒരു ഗെയിമിനെക്കുറിച്ചും ഒരു അറിവുമില്ലാതെ അവിടെ നിൽക്കുന്ന, ഇപ്പം 100 ഡേയ്സിലേക്കും ടോപ്പ് 5ലേക്കും ആൾക്കാർ പ്രവചിച്ച് വെച്ചിരിക്കുന്ന ഷാനവാസ് എന്നൊരു വ്യക്തി ശരിക്കും ഈ 100 ഡേയ്സ് നിൽക്കാനോ അല്ലെങ്കിൽ ടോപ്പ് 5ലോ എത്താൻ ഡിസേർവിങ് ആണോ? ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരാളായിട്ട് എനിക്ക് ഷാനവാസിനെ തോന്നുന്നേ ഇല്ല. ഒരു ഗെയിമും ഇല്ല, യാതൊരു ഇതുമില്ല. എന്ത് ഗെയിം കൊടുത്താലും അത് പൊളിച്ചു കൊടുക്കുക. ഒരു ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ ആ ഗെയിം എങ്ങനെ കളിക്കണം, അതിൻ്റെ ആ ഒരു പ്ലേ ഉണ്ടല്ലോ, ഒരു പെർട്ടിക്കുലർ വേ ഓഫ് ബിഗ് ബോസ് പ്ലേ, അത് പുള്ളിക്ക് അറിയത്തില്ല. ന്യൂദില ചപ്പൽസിൻ്റെ ആ ഒരു ഇത് നടന്നു. ആ ടൈമിലും എന്താണ് അവിടെ നടക്കുന്നതിനെക്കുറിച്ച് യാതൊരു അറിവും ഷാനവാസിനില്ല. ഷാനവാസ് കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഇവരുടെ കൂടെ നിൽക്കണോ, അക്ബർ ടീമിൻ്റെ കൂടെ നിൽക്കണോ, ഇവിടെ കൂടെ നിൽക്കണോ, എനിക്ക് എവിടെ നിന്നാൽ എനിക്ക് എന്ത് മെച്ചം, ആ ഗെയിം എന്താണ്, ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഗെയിം തോൽപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാൻ പറ്റും, ഒരു ചിന്തയുമില്ല, ഒരു ധാരണയുമില്ല. ഇവൻ സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്തും ഇതേ അവസ്ഥ. സീക്രട്ട് ടാസ്ക് എന്താണെന്ന് പുള്ളിക്ക് അറിയത്തില്ല, പക്ഷേ ഇതൊരു ടാസ്ക് ആണെന്ന് അറിയാമല്ലോ. മിനിമം ഒന്ന് ചിന്തിച്ചുകൂടെ, ഞാൻ എന്ത് ചെയ്യണം അതിനകത്ത്? ഓക്കെ, ഇപ്പം ഇവൻ ആ കളിയിലൊന്ന് ജോയിൻ ചെയ്തിട്ട് എന്താണ് ഷാനവാസിനെ തോൽപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ്, ഷാനവാസ് പോലും അറിയാതെ ഷാനവാസിനെ ചതിയിൽ വീഴ്ത്താൻ ബിഗ് ബോസ് ഗെയിം കൊടുക്കുമോ? അത്ര പോലും ചിന്തിക്കാൻ അറിയില്ലേ? ആ ഗെയിമിലൊന്ന് ഇൻവോൾവ് ആയിട്ട് ആ ഗെയിം ഒന്ന് പഠിച്ചിട്ട് വേണമെങ്കിൽ ഷാനവാസിന് ആര്യനെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റ് വേണമെങ്കിൽ ഷാനവാസിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു. ഷാനവാസ് തന്നെ സമ്മതിക്കുന്നുണ്ട്, എനിക്ക് ഗെയിം എന്താണെന്ന് അറിയില്ലായിരുന്നു, ന്യൂദില ചപ്പൽസ് ചെയ്ത സമയത്ത് എനിക്കറിയില്ലായിരുന്നു. നോക്കുമ്പോൾ എന്തുവാ, ഷാനവാസിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടുന്നു, അത് മാത്രമേ ഷാനവാസിന് അറിയത്തുള്ളൂ. ഷാനവാസിന് അവരുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഓരോ ഗെയിമും ഒരു അറിവും ഒരു ബോധവും ഇല്ലാതെയാണ് ഷാനവാസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈൻ, ശരിയാണ്, ഒരുപാട് കണ്ടസ്റ്റൻസ് വാ തുറക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സാബുമാനാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും ഔട്ടായി പോയ പലരും ഒരു ഡിസേർവിങ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഷാനവാസും അതേപോലത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഷാനവാസിൻ്റെ ഈ മീശപിരിയും ഷാനവാസ് കാണിക്കുന്ന ഷോവും അതേപോലത്തെ ഈ ഒരു ആക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു നായകനായിട്ട് കാണിക്കുന്ന ആ ഒരു ആക്ടിങ്ങും, ഇതൊക്കെയാണോ ഷാനവാസിനെ ഇഷ്ടപ്പെടാൻ, ബിഗ് ബോസിൽ ടോപ്പ് 5ലോ 100 ഡേയ്സിലോ വരാനുള്ള ഷാനവാസിൻ്റെ ആ ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നത്? എനിക്ക് വേറെ ഒന്നുമല്ല, ഷാനവാസ് ഇപ്പോൾ ഒരു നോർമൽ കണ്ടസ്റ്റൻ്റായിട്ട് വന്ന് ഷാനവാസിൻ്റെ പ്ലേ ഗെയിം ഫ്ലോപ്പായി അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുന്നില്ല, അല്ലെങ്കിൽ നോർമലായിട്ട് ഇനിയും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഔട്ടായി പോകുന്ന ഒരാളാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഷാനവാസ് എന്നൊരു കണ്ടസ്റ്റൻറ്റ് ടോപ്പ് 5ലേക്ക് പോകാൻ പോവാണ്. അതേപോലെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഷാനവാസ് കപ്പടിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ വട്ടത്തെ ബിഗ് ബോസിൽ നമുക്ക് ഫേവറബിളായിട്ട് തോന്നുന്ന ഒരാളും ഇല്ല. നന്നായിട്ട് കളിക്കുന്ന ഒരാൾ പോലും ഈ വട്ടത്തെ ബിഗ് ബോസിൽ ഇല്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആരും നമുക്ക് ഓരോ ബിഗ് ബോസ് കഴിയുമ്പോഴും ഇന്നാൾ വരും നമുക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷേ ഈ ബിഗ് ബോസ് നമുക്ക് ആരും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരേപോലെ ജളവായിട്ട് തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും സ്റ്റിൽ ഷാനവാസ് ഹൈലി ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് അല്ല. ഈവൻ അക്ബർ പോലും ഷാനവാസിൻ്റെ ഗെയിം പൊളിക്കാൻ വേണ്ടിയാണ് ആ ഒരു ആര്യനെ കൊണ്ട് ഷാനവാസിൻ്റെ പേരായിട്ട് സീക്രട്ട് ടാസ്കിൽ എടുത്തതെന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. അതുപോലും അക്ബർ കളിച്ചു. ആ ഒരു കളി പോലും അക്ബർ നൈസായിട്ട് അവിടെ കളിച്ചു. ആര്യൻ നന്നായിട്ട് പ്ലേ ഗെയിംസ് കളിക്കുന്നുണ്ട്, അനുമോള് കളിക്കുന്നുണ്ട്. അങ്ങനെ പലരും അവിടെ നിൽക്കുമ്പോൾ ഷാനവാസിനെ പോലെ ഒരാൾ ഇപ്പോൾ ഷാനവാസിൻ്റെ ഈ എപ്പിസോഡിലൂടെ കണ്ടപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായി, ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ പ്ലീസ്.